നമുക്ക് കൊടൈക്കനാലിലുള്ള ഒരു അടിപൊളി കഫ്തീര പരിചയപ്പെട്ടല്ലോ. അടിപൊളി കഫ്തീര എന്ന് വെച്ചാൽ ഞാൻ അവിടുത്തെ ഫുഡിൻ്റെ കാര്യത്തിലല്ല പറയുന്നത്, അവിടുത്തെ ആംബിയൻസ് ആണ് കേട്ടോ. ഇത് കൊടൈക്കനാലിൽ നമ്മൾ ടൗണിൽ നിന്നൊക്കെ മാറിയിട്ട് കുറച്ച് ഉള്ളോട്ടേക്ക് പൂണ്ടീൻ്റെ ഒക്കെ അങ്ങോട്ടേക്ക് പോകുന്ന സൈഡിലാണ് ഈ ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത്. വുഡീസ് കഫ്തീര എന്ന് നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ കാണാൻ പറ്റും. അപ്പോൾ ഇതിന് പേര് വരാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു വെച്ചാൽ ഇവിടുത്തെ ചെയർസ് കാര്യങ്ങൾ ടേബിളൊക്കെ എന്ന് പറയുന്നത് വുഡിനെ കൊണ്ട് മാത്രമുള്ളതാണ്. പിന്നെ ഫുള്ള് ഗ്ലാസ് ആണ് കേട്ടോ. ഗ്ലാസ് മാത്രം വെച്ചിട്ട് ഉണ്ടാക്കിയൊരു കഫ്തീരിയാണിത്. രണ്ട് സ്ഥലമാണുള്ളത്. ഒന്ന് നമ്മൾ കയറി വരുന്ന എൻട്രൻസ്, പിന്നെ ഇത് ഇപ്പുറത്തേക്ക് കുറച്ചും കൂടി പ്രീമിയം പോലെ ഉള്ള ഒരു പ്ലേസ് ആണ്, മനസ്സിലായില്ലേ? അപ്പോൾ ഇത് ഫുള്ള് ഡെക്കറേറ്റ് ചെയ്തിട്ട് നോക്കിയിട്ട് ഗ്ലാസിൻ്റെ ഉള്ളിൽ ഫുള്ള് എന്താ പറയുക ഫ്ലവേഴ്സും ചെടി കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ലൊരു ആംബിയൻസ് ആണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഇവിടെ കാണിയിട്ട് അതാണ് മെയിൻ. ഇവിടുത്തെ ഫുഡിനെക്കാട്ടും കൂടുതൽ ഇവിടുത്തെ ആംബിയൻസ്, നല്ല ഫോട്ടോഷൂട്ടിനും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റും. ഇവിടെ നല്ല അറിയില്ല കൊടൈക്കനാലാണ്. അപ്പോൾ നമുക്ക് നല്ലൊരു കോഫി കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇവിടെയുള്ള എല്ലാ ഫുഡ് ഐറ്റംസിനും, കോഫി ആയാലും ശരി വേറെയുള്ള ഫുഡ് ഐറ്റംസിനൊക്കെ ആയാലും അത്യാവശ്യം എന്താ പറയുക കോസ്റ്റ്ലിയാണ് കേട്ടോ. ചീപ്പ് റേറ്റിന് സാധനം കിട്ടത്തില്ല, അത്യാവശ്യം നല്ല കോസ്റ്റ്ലിയാണ്. പിന്നെ ഇതിൻ്റെ ആംബിയൻസ് ആണ് നമുക്ക് മെയിനായിട്ടുള്ളൊരിത്. കാരണം കൊടൈക്കനാലിൽ നിന്ന് കുറച്ച് മാറി നിന്നിട്ട് പോകുന്ന വഴിയിലുള്ളൊരിതാണ്. വേറെ ചുറ്റുവട്ടത്ത് വേറെ ഷോപ്പോ കാര്യങ്ങളൊന്നുമില്ല. ഇതിൻ്റെ ഗ്ലാസിൻ്റെ മുകളിലൊക്കെ എന്ന് വെച്ചാൽ ഫുള്ള് കുരങ്ങന്മാരായിരിക്കും കേട്ടോ. കുരങ്ങന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും തുള്ളി കളിക്കുന്നത് ഇതൊക്കെ. പിന്നെ നമ്മൾ പുറത്ത് വന്നിട്ട് നമ്മളിങ്ങനെ ഭക്ഷണം കഴിക്കുന്നതൊക്കെ നോക്കുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെ കാണാനുള്ളൊരു വ്യൂ എന്ന് പറയുന്നത് അതായിരിക്കും. പിന്നെ ഇതിൻ്റെ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ആ സമയത്ത് നമ്മൾ പോകുന്ന സീസൺ അനുസരിച്ചിട്ടായിരിക്കും, കാരണം നല്ല കോട ഇറങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ പിന്നെ നമ്മളെന്തോ ഒരു സ്പെഷ്യൽ മാഗി എന്ന് പറഞ്ഞിട്ട് എന്തോ ഒരു സാധനം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. മാഗീൻ്റെ ഇലയിലൊക്കെ ആയിട്ട് മീൻസ് പ്ലേറ്റിൽ ഇലയൊക്കെ വെച്ചിട്ടാണ് സെർവ് ചെയ്തിട്ട് കുറേ വെജീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ ഒരു പ്ലേറ്റിന് അവർ ചാർജ് ചെയ്തതെന്ന് വെച്ചാൽ 250 രൂപ അങ്ങനെ എന്തോ ആയിട്ടാണ് ചാർജ് ചെയ്തിട്ടില്ല കേട്ടോ. ഈ ഒരു പ്ലേറ്റ് മാഗിക്ക് നാട്ടിൽ 2 ബിരിയാണി തിന്നാൻ പറ്റും. പക്ഷേ അങ്ങനെ നോക്കിയിട്ട് കാര്യമില്ല. നമുക്ക് ഈ തണുപ്പത്ത് നല്ല ചൂട് മാഗി തിന്നുന്നൊരു ഫീൽ ഉണ്ടല്ലോ, അത് നമുക്ക് കിട്ടണമെന്നില്ലല്ലോ. അപ്പോൾ അത് എന്താ പറയുക, നമ്മൾ അത്യാവശ്യം എൻജോയ് ചെയ്തിട്ട് കഴിച്ചു. അപ്പോൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആ കഫ്തീരിൻ്റെ പുറത്തേക്കുള്ള വ്യൂ ആണ് കേട്ടോ. നല്ല അത്യാവശ്യം കോട ഉണ്ടായിരുന്നു, നല്ല വ്യൂ ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ കഴിച്ച് ഹാപ്പി ആയിട്ട് അവിടെ നിന്ന് ഇറങ്ങുകയാണ് ചെയ്യുന്നത്.